സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതിലുള്ള പവിത്രത എന്താ? ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വഫീഹി മുദ്ഖിലൽ ജന്ന, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് പിശാചിന്റെ കാരണത്താൽ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വരുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ വലബ്നാ അൻഫുസനാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖാലാ റബ്ബനാ വലബ്നാ അൻഫുസനാ ഇല്ലം തഗ്ഫിർ ലനാ ഫതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. റബ്ബനാ വലബ്നാ അൻഫുസനാ, അല്ലാഹുവേ, സ്വന്തം ജീവിതത്തോട്, സ്വന്തം ദേഹത്തോട്, ശരീരത്തോട്, നഫ്സിനോട് തെറ്റ് ചെയ്തു പോയി, അതിക്രമം പ്രവർത്തിച്ചു പോയി. വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, നീ പുറത്തു നൽകിയില്ലെങ്കിൽ, ചെയ്തു പോയ പാപം എനിക്ക് പുറത്തു നൽകിയില്ലെങ്കിൽ, എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങളിതാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് പുറത്തു നൽകണമെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് വെച്ച് ആദ്യത്തെ ഇസ്തിഗ്ഫാർ അത് നടത്തിയതും റബ്ബ് സ്വീകരിച്ചതും പ്രിയമുള്ളവർ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നടക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഈ ലോകം മുഴുവൻ തകർന്നടിയാൻ പോകുന്നത്. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന്റെ ഏറ്റവും ഗൗരവകരമായ സംഭവങ്ങൾ നടക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. വഫീഹി നഫ്ഖ, അന്നായിരിക്കും കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമൽ ജുമുഅത്തി മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലുഅ അശംസ്. ഒരു ജിന്നുമില്ല, ഒരു ജീവികളുമില്ല, ഒരു ജന്തുജാലങ്ങളുമില്ല വെള്ളിയാഴ്ച ദിവസത്തിൽ അവ ഭയന്നിട്ടല്ലാതെ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടക്കുന്നില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഈ ഭൂമിയെ കിടീടാവിറപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഖിയാമത്ത് നാൾ നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജിന്നുവർഗവും മറ്റു ജന്തുജാലങ്ങളും എല്ലാം വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടക്കുന്നത് പ്രയാസത്തോടെയും ഭയത്തോടു കൂടെയായിരിക്കുമെന്ന് പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളിൽ പല ആളുകളും വെള്ളിയാഴ്ചയാണെന്ന് പോലും മറന്ന് ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, നല്ലൊരു മനുഷ്യന്റെ മുഅ്മിനായ ഒരു വ്യക്തിയുടെ നല്ല പര്യവസാനം നമുക്കൊരു നല്ല ലക്ഷണമായി കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസത്തിൽ മരിക്കുക എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. പ്രിയമുള്ളവരെ, റബ്ബ് നമ്മെ അങ്ങനെ ആക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൽ മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം റബ്ബിനോട്. ഒരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ലോകത്തോട് വിട പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ഇല്ലാ വഖാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടെന്ന, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ, ഒരു ഈമാനുള്ള തൗഹീദോടുകൂടെ ജീവിച്ചൊരു വ്യക്തിയാണ് വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലോ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവന് മോചനമുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രത നാം തിരിച്ചറിയണം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ സംഗമിക്കുന്ന അറഫാ ദിവസം, ആ അറഫാ ദിവസം കഴിഞ്ഞാൽ, ആ സംഗമം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു സംഗമിക്കലാണ് യൗമുൽ ജുമുഅ. ജുമുഅയുടെ അർത്ഥം എന്താ? അറബി ഭാഷയിൽ ജുമുഅക്ക് നൽകിയിട്ടുള്ള അർത്ഥം എന്താണ്? ഒരുമിച്ച് കൂടൽ എന്ന. ഒരു മഹല്ലിലെ എല്ലാ ആളുകളും
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കാൻ, അടുത്തൊരാഴ്ചത്തേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് എനിക്കൊരു ബൂസ്റ്റിംഗ്, എനിക്കൊരു നല്ല രൂപത്തിലുള്ള ഉത്തേജനം ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച പള്ളിയിലെത്തണം. അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. ആ വെള്ളിയാഴ്ച ജുമഅയിലുള്ള ഖുതുബക്കും പ്രിയമുള്ളവരെ അതിന്റേതായ പവിത്രതയുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമഅയിലൂടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ജുമഅ എന്ന. അതിന്റെ അവസാന ഭാഗത്ത് റബ്ബ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുകയാണ്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, ഇദാ നുദിയ ലിസ്സലാ, ജുമഅക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ, ജുമഅക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നിന്റെ ജീവിതത്തിൽ നീ വ്യാപൃതനാകുന്ന ഏതേത് കാര്യങ്ങളിൽ നിന്ന്, അത് കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, എന്തുമാകട്ടെ, ഉപേക്ഷിച്ചിട്ട് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പോകണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന വാജിബാണ്, നിർബന്ധമാണ് ഒരു മുഅ്മിനിന് ജുമഅക്ക് പള്ളിയിലെത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ആയത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ്, ബാങ്ക് വിളിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം, അതൊരു മിഠായി ആണെങ്കിലും എന്തൊരു ചെറിയ വസ്തുവാണ് നാം കച്ചവടം ചെയ്തിട്ടുള്ളത് എങ്കിൽ പ്രിയമുള്ളവരെ ഹറാമാണ്, ആ സമ്പാദ്യം ഹറാമാണ്, ആ കച്ചവടം ശരിയാകില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും ഒരു 3 വെള്ളിയാഴ്ച തുടർച്ചയായി ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ഹൃദയത്തിന് സീൽ വെക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ ഗൗരവത്തെ നാം തിരിച്ചറിയാം. ഒരു വെള്ളിയാഴ്ച ലഭിക്കുമ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചു, അടുത്തൊരു വെള്ളി നമ്മുടെ ജീവിതത്തിൽ വരുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് സുബഹി മുതലേ അതിനു വേണ്ടിയിട്ടുള്ള ജുമഅക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നടത്തേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്തുകൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു വ്യക്തി ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ പള്ളിയിൽ വന്നപ്പോൾ, ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം എന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ, ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം എനിക്ക് കടന്നു പോകാൻ സാധിച്ചോ, അതിന്റെ പ്രതിഫലമെല്ലാം കരഗതമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി കുടിക്കുക എന്നുള്ളത് വളരെ പവിത്രമായ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ജാഅ അഹദുകുമുൽ ജുമഅ ഫല്യഖ്തസിൽ, ആരെങ്കിലും ജുമഅക്ക് പള്ളിയിൽ വരികയാണെങ്കിൽ മറ്റുള്ള ദിവസത്തെ പോലെയുള്ള കുടിയല്ല, കൃത്യമായി തേച്ചുരച്ചുകൊണ്ട് നല്ല രൂപത്തിൽ കുടിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ കാണാൻ സാധിക്കും. ഒരു ജനാബത്തുകാരനായ ഒരു വ്യക്തി എങ്ങനെയായിരിക്കുമോ കുളിക്കുക, അത് രൂപത്തിൽ കുളിക്കണം, നിയ്യത്ത് വെച്ച്. ഇത് ജുമഅക്ക് വേണ്ടിയുള്ള കുളിയാണ്, ജുമഅക്ക് വേണ്ടിയുള്ള കുളിയാണെന്ന് നിയ്യത്ത് വെച്ച് രാവിലെ കുളിച്ച് പള്ളിയിലേക്ക് ഇറങ്ങണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ പല്ല് തേക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അല്ലേ? ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗലാ നശുക്ക അലാ ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാഖി ഇൻദ കുല്ലി സ്വലാത്തിൻ, ഈ എന്റെ ഉമ്മത്തിന് പല്ല് തേക്കുക എന്നുള്ളത് ഒരു പ്രയാസമായിരുന്നില്ല എങ്കിൽ എല്ലാ നമസ്കാരത്തിന്റെയും മുമ്പ് പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പ്രവാചകന്റെ ഹദീസാണ്. നാം കാരണത്താൽ നമ്മുടെ തൊട്ട് ജുമഅക്കിരിക്കുന്നു, നമ്മുടെ തൊട്ട് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണത്താൽ അവന്റെ ഇബാദത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ വസ്ത്രമാകട്ടെ, നമ്മുടെ ശരീരത്തിലെ, അതുകൊണ്ടല്ലേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്നത് എന്ന്. കാരണം അതിന്റെ ഗന്ധം മറ്റുള്ളവരെ നമസ്കാരത്തെ ഇബാദത്തിനെ ബാധിക്കുമെന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ നല്ല വസ്ത്രം ധരിച്ച്, ഉള്ളതിന് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലെത്തണം. അത് വെള്ളയാകുന്നതിൽ അതിൻ്റെതായ സുന്നത്തുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് വസ്ത്രമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിരുന്ന സ്വഹാബത്ത് 2 വസ്ത്രം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് വെള്ളിയാഴ്ചക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു സഹാബിമാർ. അവരുടെ ജീവിതത്തിൽ 2 വസ്ത്രമാണ് അവർക്കുണ്ടായിരുന്നത് എങ്കിൽ ബാക്കി 6 ദിവസവും അവർ ധരിച്ചിരുന്ന ഒരു വസ്ത്രം, എന്നാൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി വേറൊരു വസ്ത്രം അവർ മാറ്റിവെച്ചിരുന്നു എന്ന് ഹദീസിന്റെയും ചരിത്രങ്ങളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സുഗന്ധം
സുഗന്ധം പൂശുക എന്നുള്ളത് വളരെ പ്രബലമായ സുന്നത്തായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് നാം കാരണത്താൽ നമ്മുടെ ശരീരത്തിൽ ഒരു ദുർഗന്ധം അത് മറ്റുള്ളവർക്കാകരുത്. മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല രൂപത്തിൽ എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് അതൊരു സംസാരം കൊണ്ടാണോ, എന്തെങ്കിലും ഒരു സഹായം, ഒരു മണം കൊണ്ടാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവരെ സന്തോഷം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്തുൽ മസ്ജിദ് അത് ജുമുഅക്ക് മാത്രമല്ല, ഏത് സമയത്തും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം മാത്രമേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വന്നു. സുലൈഖ റളിയല്ലാഹു അൻഹ അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 2 റക്അത്ത് നമസ്കരിച്ചോ? 2 റക്അത്ത് നമസ്കരിച്ചോ? അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെടുകയാണ്. അതാണ് ഒരു നേതാവ്, അതാണ് ഒരു പ്രബോധകൻ. തന്റെ മുമ്പിൽ ഇരിക്കുന്ന സമുദായത്തെ, തന്റെ ജനതയെ സ്വർഗ്ഗത്തിൽ എത്തിക്കണം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുക്കുക. മുമ്പിലിരിക്കുന്ന സ്വഹാബിയോട് ഖും ഫസല്ലി റക്അത്തൈൻ സുമ്മ ജ്ലിസ്, എണീറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് ഇരിക്കുകയെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ ഒരു ഹദീസിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, പള്ളിയിലേക്ക് കയറിയ ആളുടെ തഹിയ്യത്ത് നമസ്കാരമാണെങ്കിൽ, രണ്ടാമതായി നാം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്റെ ഖുതുബകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ ഖുതുബകൾ എങ്ങനെയായിരുന്നു? ഇന്ന് നമ്മുടെ നാടുകളിലുള്ള അധിക പള്ളികളിൽ നടക്കുന്ന ഖുതുബകൾ പ്രിയമുള്ളവരെ കേവലം ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ ഖുതുബ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതപ്പതിച്ചു പോയ ഒരു സമുദായത്തെ മുഴുവൻ പരിവർത്തനത്തിലൂടെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത് പ്രവാചകന്റെ മിമ്പറിലൂടെയായിരുന്നു. ഒരാഴ്ച ആ മദീനയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത്, ഒരു പ്രശ്നം, ഒരു തിന്മ ആ സമുദായത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ജുമുഅയിലൂടെ പ്രവാചകൻ അതിന് തിരുത്തുമായിരുന്നു. ഹറാമാണോ ഹലാലാണോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്റെ മിമ്പറിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പല ആളുകളും ഖുതുബക്ക് വരുന്നുണ്ട്, അറബി ഭാഷയിലായതുകൊണ്ട് പറയുന്നവരും മനസ്സിലാകുന്നില്ല, അത് കേൾക്കുന്നവന് തീരെ മനസ്സിലാകാത്ത അവസ്ഥകൾ നമ്മുടെ സമുദായത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഖുതുബകൾ കൊണ്ട് നമ്മുടെ സമുദായത്തിൽ പരിവർത്തനം കൊണ്ടുവരണം, മാറ്റങ്ങൾ കൊണ്ടുവരണം. വിശുദ്ധ ഖുർആനിലെ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിൻ, ലോകത്തൊരു പ്രവാചകനെയും പറഞ്ഞയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിൻ, ആ സമുദായത്തിലെ ഭാഷയിലുള്ള പ്രവാചകന്മാരെ കൊണ്ടല്ലാതെ. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അറബിയിലല്ല ഖുതുബ നടത്തിയത്, അറബിയിലല്ല പ്രബോധനം നടത്തിയത്. എന്നാൽ ഖുതുബക്ക് ചില റുക്നുകളുണ്ട്. അതിന്റെ ഹംദ്, സ്വലാത്ത് എന്നിങ്ങനെയുള്ളത് അത് നമ്മുടെ ഖുതുബകളിലും അറബിയില്ല. തുടക്കഭാഗത്ത് നാം ഹംദ് ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, അവസാനം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഖുതുബയുടെ റുക്നുകൾ അറബിയിലാണ്. എന്നാൽ അതിനിടയിൽ ജനങ്ങൾക്ക് നൽകേണ്ട പ്രബോധനത്തിന്റെ ദൗത്യമാകുന്ന ആ കാര്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ, ഉത്ബോധനം ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വന്ന വ്യക്തി ആ സഹോദരനോട് എണീറ്റ് നമസ്കരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു. എന്തുകൊണ്ട്? കേൾക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലായി എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഖുതുബ നടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ പള്ളിയിൽ വന്നു, മലയാളത്തിലല്ലാതെ ഖുതുബ നടക്കുന്ന ഒരു പള്ളിയിൽ മലയാളിയായ ഒരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വന്നു, 2 റക്അത്ത് നമസ്കരിക്കാൻ അദ്ദേഹം ഇരുന്നാൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാത്ത വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെട്ടതുപോലെ നമ്മുടെ പള്ളികളിൽ ഇടപെടാൻ സാധിക്കുമോ എന്ന് നാം ഓരോരുത്തരോട് ചിന്തിച്ചു നോക്കി. ആലോചിച്ചു നോക്കി നിങ്ങൾ. പള്ളിയിൽ വന്ന ഒരു വ്യക്തിയോട് അറബിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഇടപെടും? അറബിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഖുതുബ എന്തിന് മലയാളത്തിലാക്കണം? അതൊരു ഇബാദത്തല്ലേ എന്ന് ചോദിക്കുന്നവരോട് നാം ഓരോരുത്തരോട് ചിന്തിക്കണം. നമസ്കാരം പ്രവാചകൻ നമസ്കരിച്ച് കാണിച്ചു തന്നു. അതിന്റെ കൃത്യമായി ഓരോ കാര്യങ്ങളിലും സുജൂദിലായിരിക്കെ, റുകൂഇലായിരിക്കെ, ഇഅ്തിദാലിലായിരിക്കെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് എന്ത് ചൊല്ലണമെന്ന് കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജ് കാണിച്ചു തന്നു. എന്നാൽ പ്രവാചകന്റെ ഖുതുബയിൽ ഒന്നുപോലും ലോകത്തിനേവരേക്കും മുഴുവനായി രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാരണം എന്താ? ആ പ്രവാചകൻ അന്ന് നടത്തിയിട്ടുള്ള ഖുതുബ ഇന്ന് നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം എന്ത്? പ്രവാചകൻ അന്ന് പ്രബോധനം നടത്തിയത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾക്കെതിരെയായിരുന്നു.
അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾക്കെതിരെയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കണമെങ്കിൽ, പറയണമെങ്കിൽ, അതുൽബോധനത്തിലൂടെ കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾക്ക് അറിയുന്ന മനസ്സിലാകുന്ന ഭാഷയിലാകണം എന്നതിന്റെ പുറത്ത് മാത്രമാണ് പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ ഖുതുബ നടത്തുന്നത് എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ പ്രബോധനം നടത്തിയോ അത് രൂപത്തിലാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ മാർഗ്ഗേണ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കഴിവിന്റെ പരമാവധി ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ നാം അനുഷ്ഠിക്കേണ്ട, നാം നിർവഹിക്കേണ്ട അല്പം ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും പുതുതായി കേൾക്കുന്നവരാരും ഈ സദസ്സിലുണ്ടാകില്ല. എന്നാൽ പ്രിയമുള്ളവരെ, പലതും നാം ഗഫലത്തിൽ അശ്രദ്ധയോടുകൂടെ തള്ളിക്കളയുകയാണ്. ചില കാര്യങ്ങളിൽ നിയ്യത്ത് വെക്കുമ്പോൾ, ചില കാര്യങ്ങളിൽ നാം കണിശത വരുത്തുമ്പോൾ, നല്ല രൂപത്തിൽ ചെയ്യുമ്പോൾ അതെല്ലാം ഇബാദത്തായി പ്രതിഫലം ലഭിക്കാനുള്ള കാരണമായി തീരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നാം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം എന്നുള്ളത്. ഈ ശബ്ദം ശ്രമിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാലമായി സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം വെള്ളിയാഴ്ച ദിവസത്തിൽ നിർവഹിക്കണമെന്ന് ഒരുപാട് ഖുതുബകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ നാം കേട്ടതാണ്. ഇന്ന് ഞാൻ നിർവഹിച്ചോ? സ്വന്തം ഒന്ന് ആലോചിക്കുക. ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് പാരായണം ചെയ്താലേ അത് കണക്കിൽ വരൂ എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണമെന്ന്. വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്നത് വ്യാഴാഴ്ച മഗ്രിബ് ബാങ്ക് മുതൽ ഇന്ന് അസർ അവസാനിക്കുന്നത് വരേക്കും പ്രിയമുള്ളവർ അതിനുള്ള സമയമുണ്ട്. ഇപ്പൊ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും അത് നിർവഹിച്ചില്ല എങ്കിൽ ജുമുഅക്ക് ശേഷമെങ്കിലും അത് നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജുമുഅക്ക് പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. ചില ആളുകളെങ്കിലും വെള്ളിയാഴ്ച ഡ്യൂട്ടി എടുക്കൂല, ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കും, ലീവായിരിക്കും. എന്നാൽ ഏറ്റവും അവസാനം പള്ളിയിലെത്തുന്നത് അത്തരം ആളുകൾ. രാവിലെ കുടിച്ചു മാറ്റി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. കടത്തിണ്ണകളിലും മറ്റും ഇരുന്ന് സംസാരിച്ച് സമയം ചെലവഴിച്ച് അവസാനം ഖുതുബ തുടങ്ങി പകുതിയാകുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജുമുഅ ദിവസം പള്ളിയുടെ കവാടങ്ങളിലെല്ലാം മലക്കുകളുണ്ട്, അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നാൽ ഖതീബ് മിമ്പറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കിതാബുകൾ അടച്ചു വെച്ച് ഖുതുബ ശ്രവിക്കുന്നതിന് വേണ്ടി അവർ സഫുകളിലേക്ക് കടന്നു വരും. പിന്നീട് വരുന്നവരുടെ പേര് അവരുടെ രേഖയിൽ ഉണ്ടാകില്ല. ഇന്ന് എത്ര ആളുകളുടെ പേര് ആ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വന്തം ഒന്ന് ചോദിക്കും. മറ്റാരെ കുറിച്ചും ആലോചിക്കണ്ട. എന്റെ ആളുകളുമായി ഖബറിലേക്ക് ചെന്ന് കിടക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാം. 6 മണ്ണിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഞാൻ സമ്പാദിച്ചതൊന്നും എന്റെ കൂടെയില്ല. എന്റെ എന്ന് പറഞ്ഞ് എന്റെ മൊബൈൽ ഫോണില്ല, എന്റെ വാച്ചില്ല, എന്റെ വാഹനമില്ല, എന്തിനു പറയണം എന്റെ ഭാര്യയില്ല, എന്റെ വീടില്ല, ഒന്നുമില്ലാതെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇന്നത്തെ ജുമുഅയുടെ പേരിൽ എന്റെ പേര് വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. അധികം ആളുകളും വളരെ ലാഘവത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, വാജിബായ ഒരു കർമ്മത്തെ ഒരിക്കലും നാം നിസാരമാക്കി കളയരുത്. അതുപോലെ തന്നെ സാന്ദർഭികമായി ഉണർത്തുകയാണ്, പള്ളിയിൽ ഖുതുബ നടക്കുന്നതിന്റെ മുമ്പ് ബാങ്ക് വിളിക്കുമ്പോൾ ചില ആളുകളെങ്കിലും പള്ളിയിൽ കയറിയാൽ ആ ബാങ്കിന് ജവാബ് കൊടുക്കാറുണ്ട്. തഹിയ്യത്ത് നമസ്കരിക്കാതെ ബാങ്കിന് ജവാബ് കൊടുത്ത് ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം തഹിയ്യത്ത് നമസ്കരിക്കുന്നവരുണ്ട്. നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ്. എന്നാൽ ഖുതുബ ശ്രവിക്കുക എന്നുള്ള നിർബന്ധ ബാധ്യതയാണ് വിശ്വാസിയുടെ മേൽ. അതുകൊണ്ട് പള്ളിയിൽ പ്രവേശിച്ചാൽ ബാങ്ക് വിളിക്കുന്നുണ്ട് എങ്കിൽ ആ സുന്നത്തിന് നാം പ്രാമുഖ്യം കൊടുക്കുന്നതിലേറെ വാജിബിനും മുന്തിക്കണമെന്ന പ്രവാചകന്റെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നാം പള്ളിയിൽ കയറിയ ഉടനെ 2 റക്അത്ത് നമസ്കരിച്ചിരുന്ന് ഖുതുബക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഓർക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.